ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ഫുഡ്സ്. ഞാൻ റഹ്മയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാറിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ ഉന്നക്കാട് റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ നേന്ത്രപ്പഴം എടുത്ത് അല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ പഴം എടുക്കുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള പഴം എടുക്കുക. ഓവർ പഴുപ്പുള്ളത് എടുക്കാതിരിക്കുക. പിന്നെ പുഴുങ്ങുന്ന സമയത്തും അതുപോലെ ഒരുപാട് കുക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് റൈസിൻസും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കുക. അത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഇഷ്ടമില്ലാത്തവർ ശർക്കര കനിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ പുഴുങ്ങിയ പഴം ചൂടോടെ തന്നെ ഇതുപോലെ ഒരു 7 ഓയിൽ നമ്മൾ നുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ഈ ചില്ലിട്ട് കൊടുത്ത് ഓരോ പഴത്തിൻ്റെ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഉടച്ചെടുക്കാം. അല്ലാതെ ഉടയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഇതിലിടുന്നത്. എന്നിട്ട് ഇത് തിരിച്ചു കൊടുത്ത് ഇതുപോലെ നമുക്കാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കരുവൊന്നും പോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഒടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ കയ്യിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ഉണ്ടാക്കാൻ. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഈ തേങ്ങ ഫില്ലിങ്സ് ഇടുന്നതിന് പകരം ചിലർ ഇതിൽ മുട്ട വറുത്തതൊക്കെ ഇടാറുണ്ട്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഈ തേങ്ങ ഇടുന്നതിനാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. റമദാനിലൊക്കെ ഇത് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.